ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഒത്തിരി നാളായി ഞാൻ ഈ മത്തായി ചേട്ടൻ്റെ കടയെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ട്. പണ്ട് ഞാൻ മത്തായി ചേട്ടൻ്റെ കടയെ പറ്റി വീഡിയോ ചെയ്യുകയും അത് അമിത ലൈക്ക് കിട്ടുകയും അമിത കമൻറ്റുകൾ കിട്ടുകയും ചെയ്തു. ഇപ്പോൾ സായാഹ്നത്തിൽ ഞാൻ ഇച്ചിരി വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി മത്തായി ചേട്ടൻ്റെ കടയിൽ വരെ വന്നതാണ്. മത്തായി ചേട്ടൻ്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കടയാണെങ്കിലും കാമണ്ഡലത്തിലെ കുഞ്ഞു കടയാണെങ്കിലും ഇവിടെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. അപ്പം ഞാൻ വന്നപ്പോഴാണ്ട് ഇവിടെ ഇരിക്കുന്നു എൻ്റെ മുരിങ്ങ ജോണിയാസൻ. ജോണിയാസാനെ നമസ്കാരം. ഇത് പണ്ട് കോട്ടയം തൊട്ടുപുഴ ലിന ഓടിച്ചുകൊണ്ടിരുന്ന എൻ്റെ ആശാന് ജെയിംസ് ആശാനും എൻ്റെ അയൽക്കാരനുമായ ജെയിംസ് ആശാനും ഇരിക്കുന്നു. ഇതാണ്ട് മത്തായി ചേട്ടൻ ഇരിക്കുന്നു. മത്തായി ചേട്ടാ, ഇച്ചിരി സാധനങ്ങൾ വേണം എനിക്ക് കേട്ടോ. മിതമായ നിരക്കിൽ ഇച്ചിരി സാധനം വേണം. 2.5 കിലോ നാടൻ ഞാൻ മേടിക്കാം. ഇത് അന്നേരമാണ് ലോട്ടറി ടിക്കറ്റുമായിട്ട് ഇത് EV ജോസഫ് ഇരുവേലിക്കുന്നേൽ ചേട്ടൻ നിൽക്കുന്നു. ഇദ്ദേഹമാണ് എന്നെ കടനാട് പള്ളിയിൽ 1996 മുതൽ 2004 വരെ ഇദ്ദേഹം കടനാട് പള്ളിയിലെ ഹാർമോണിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹമാണ് എന്നെ തബലിസ്റ്റ് ആക്കിയത്. ശരിയല്ലേ ചേട്ടാ? ശരിയല്ലേ? എൻ്റെ പപ്പാടെ പെങ്ങള് സൂസമാനിയുടെ കൂടെ പഠിച്ച ആളുമല്ലേ? ഒന്നിച്ച് പഠിച്ചതല്ലേ? 4ാം ക്ലാസ് വരെ. അപ്പൊ എന്റെ പിതാവ് പറഞ്ഞിട്ട് ചേട്ടൻ പാടുന്ന ഗാനം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. ഏതാണെന്നറിയാവോ? അത് രണ്ടിലും പാടാവോ? ആരാധന ആത്മാവിനാനന്ദാരാധന. പാട. ആരതി ആരതി ആരാധന, ആത്മാവിൻ ക്ഷേത്രത്തിൽ ആരാധന, അഞ്ജലി അഞ്ജലി ഹൃദയാർച്ചന, മാനസ കോവിലിൽ ഹൃദയാർച്ചന. അന്ന് ഇദ്ദേഹം ഹാർമോണിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹം പറഞ്ഞു, മാനെ കൊച്ചേ ഇങ്ങ് വാ, എൻ്റെ ട്രൂപ്പിൽ ഞാൻ അവസരം തരാമെന്ന് പറഞ്ഞു. ശരിയല്ലേ? ശരി. ഇന്ന് ഇദ്ദേഹത്തിന് കടയുണ്ട്. എന്നാലും ഇദ്ദേഹം വൈകിയ സായാഹ്ന പള്ളിയിൽ ഇദ്ദേഹം കാമണ്ഡലത്തൂടെ ഭാഗ്യങ്ങളുമായിട്ട് കടന്നു വരുന്നുണ്ട്, ലക്ഷങ്ങൾ കോടികളുമായിട്ട്. ഇത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ലീന ഓടിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജെയിംസ് ചേട്ടൻ. ഇത് നാടക നടനും എൻ്റെ അയൽക്കാരനും എൻ്റെ പിതാവിൻ്റെ സുഹൃത്തുമായ മുരിങ്ങൽ ജോണി സാറ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് സായാഹ്നത്തിലെ കാര്യങ്ങൾ. നമുക്ക്